കുറ്റാന്വേഷണം ആയാലും അല്ലെങ്കിലും ഒരു നോവൽ അല്ലെങ്കിൽ ഒരു വലിയ കഥ അത് മൊത്തമായിട്ട് മനസ്സിലങ്ങോട്ട് കണ്ട ശേഷം എഴുതാൻ തുടങ്ങുകയാണോ അതോ എഴുതുമ്പോൾ അത് വികസിച്ച് വരികയാണോ സ്വഭാവം? പല മട്ടില്ല. ഞാൻ പറഞ്ഞപ്പോൾ നമ്മളീ പറഞ്ഞ അഗതാ ക്രിസ്റ്റി പോലുള്ള റൈറ്റേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൃതിക്ക് അവർക്ക് ഇത്രയും കാലം ദീർഘമായി നിൽക്കാൻ കഴിഞ്ഞതിനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ അവരവരുടെ യുക്തി മാറ്റിക്കൊണ്ടേയിരുന്നു. അവരിപ്പോൾ ഇവരാണ് ഈ ഇന്ന ആളാണ് അത് ചെയ്തത് എന്ന് അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിൽ വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഇവരത് മാറ്റിക്കൊണ്ടിരും. അവരെപ്പോഴും രണ്ട് തരത്തിലുള്ള റൈറ്റേഴ്സ് പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഓരോ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് എഴുതി വെച്ചിരുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട്. ചിലരാണെങ്കിൽ തോന്നിയപടി ഇരിക്കും, ഒരു ചിന്താ പദ്ധതികൾ ഉണ്ടാക്കി വെക്കാത്ത രീതിയിൽ ചെയ്തിരിക്കും. അപ്പോൾ അതിന് വരുന്ന ഓരോരോ മാറ്റങ്ങൾ വരുന്ന സമയങ്ങളിൽ അയാൾക്കൊരു രസം കൂടെ കിട്ടുമല്ലോ ഈ മാറുന്ന ആൾക്കാർ. അപ്പം ഞാനൊക്കെ ആ ശ്രേണിയിൽ പെടുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിലുണ്ടെന്ന വലിയ എഴുത്തുകാരുടെ കൂട്ടത്തിലുള്ള ചെറിയ എഴുത്തുകാരനാണ്, മനസ്സിലായത്. അപ്പം അതിൽ ഭയങ്കരമായ രസമുണ്ട്. പക്ഷേ യാതനകൾ അതിഭയങ്കരമാണ്. അതിഭയങ്കരം വെച്ചാൽ മറ്റേ നമുക്കൊരു ഇത്ര നാൾക്കുള്ളിൽ നമുക്ക് തീർക്കാം. ഇത് പറ്റില്ല. ഇത് അടപടലം മാറിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ അടപടലം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അതിന് രസമുണ്ട്, ഭയങ്കരമായിട്ട് രസമുണ്ട്. അപ്പം അത് അപസർപ്പക ഓണറിനെ സംബന്ധിച്ച് അത് കുറേ കൂടെ ഡിഫിക്കൽട്ടാണ്. കാര്യം അതിൻ്റെ സൂക്ഷ്മതകൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചെറിയ ഡ്രോപ്പിങ്സ് ഉണ്ടല്ലോ ഈ പറഞ്ഞ കണക്കുള്ള ആൾക്കാർ, അതെല്ലാം മാറിക്കൊണ്ടിരിക്കും. അതാണ് അവർ അത്ഭുതകരമായ ഒരു പ്രോലിഫിക് റൈറ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു അത്ഭുതകരമായ ഒരു ലേഡിയാണ് അവരെന്ന് പറയാനുള്ള റീസൺ പലപ്പോഴും അതുകൊണ്ടാണ്. അവരുടെ ശ്രേണിയിൽപ്പെട്ട റൈറ്റേഴ്സ് വളരെ സ്ലോ ആയിട്ട് അവർക്ക് എഴുതാനായിട്ട്, പ്രോലിഫിക് ആണെങ്കിൽ പോലും അത്ര കണ്ട് യാതനയെ ഇത്ര ദീർഘമായ കാലത്തിനോളം എഴുതി ഇത് ചെയ്യാൻ പറ്റത്തില്ല. ആ തളർച്ച അവർ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഞാനൊരു റൈറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് അഗതാ ക്രിസ്റ്റിയോടുള്ള ഒരു വലിയ ബഹുമാനം.